Vittapalli Agencies and Swami Sambar Powder, Nallonam Undonam, co-powered by Aditi Sunflower Oil and Suntips Tea. സ്പെഷ്യൽ പാർട്ട്നേഴ്സ് TTK Prestige, GRB Ghee ആൻഡ് പ്രില്ലിൽ. നമ്മൾ ഇന്നത്തെ കുക്കിംഗ് സെഷനിലേക്ക് കടക്കാണ്. ഇന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് ആരാ നമുക്കറിയണ്ടേ? അറിയണം. വളരെ സ്പെഷ്യൽ ഒരു വിഭവവുമായിട്ട് നമ്മുടെ എല്ലാവരുടെയും ഫേവററ്റ് ആയിട്ടുള്ള 2 പേരാണ് വരുന്നത്. ഇവരൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ്, ഡാൻസേഴ്സ് ആണ്. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് ഇവർ എന്താണ് നമുക്ക് വേണ്ടിയിട്ട് കുക്ക് ചെയ്ത് തരാൻ പോകുന്നത് നമുക്കറിയാം. ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം മാനസി ആൻഡ് രഞ്ജിത്ത്. ഹലോ ഹലോ, സുഖമായിട്ടിരിക്കുന്നോ മാനസി? സുഖം. രഞ്ജിത്ത്? സുഖം. നന്നായിട്ട് പോകുന്നു. എങ്ങനെയുണ്ട് ഓണമൊക്കെ മാനസി? നമ്മുടെ മോനും കൂടെ ഉണ്ട്. രണ്ടാമത്തെ ഓണമാണ്. ഓക്കെ. അപ്പൊ മോൻ വന്നപ്പോ എന്തൊക്കെ വ്യത്യാസമാണ് ഓണത്തിന് ഉണ്ടായത്? സാധാരണ ഇപ്പൊ നമ്മൾ 2 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഓണക്കോടി അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ മോനും കൂടെ വന്നപ്പോ എന്ത് ഡിഫറൻസ് ആണ് ഉണ്ടായത്? എനിക്ക് അവള് സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്നെ വിടത്തില്ല. അതുകൊണ്ട് അപ്പൊ ആദ്യം പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർത്തോ? ശരി. ഇപ്പോ ആദ്യമായിട്ട് കണ്ട് പരിചയപ്പെട്ട് വരുന്ന ഓണമല്ലേ, അപ്പൊ അവന് മാക്സിമം സ്പെഷ്യൽ ആക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് നോക്കുന്നുണ്ട്. ആദ്യമായിട്ട് കണ്ട് പരിചയപ്പെട്ടു ഓണം വരുമ്പോ ഹായ് ഞാൻ അങ്ങനെ പറയോ? അങ്ങനെയല്ല, ഇപ്പൊ കഴിഞ്ഞ തവണത്തെ ഓണത്തിന് അവനൊന്നും അറിവില്ല. അപ്പൊ ഇപ്പോഴത്തെ ആണെങ്കിൽ ഇപ്പൊ സദ്യ എന്താണെന്നും ഊഞ്ഞാലും ഒക്കെ അറിയായിരിക്കുമല്ലോ. സദ്യ ഒക്കെ കഴിക്കാറായോ? കഴിഞ്ഞ തവണയും നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മള് സദ്യ വെച്ചിട്ട് കുട്ടിയിലൊക്കെ സദ്യ വെച്ചിട്ട് മോനെ അടുത്തോട്ട് ഇരുത്തിയപ്പോ അവൻ ഫുള്ള് ഇപ്രാവശ്യം അവൻ എങ്ങനെയാ സദ്യ കഴിക്കുമെന്ന് അറിയാനാണ് നമുക്ക് ഒരു ഡ്രസ്സ് വാങ്ങാൻ കാര്യങ്ങളെല്ലാം സെറ്റ് ആയിട്ട് ചെയ്യണമെന്ന്. വളരുന്നതിനനുസരിച്ച് എന്തിനോടൊക്കെയാണ് താല്പര്യം എന്നറിയാൻ. ഓക്കെ, ശരി. അപ്പൊ എന്താണ് ഇന്ന് നമുക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്ന് ഉണ്ടാക്കുന്ന പൈനാപ്പിൾ പുളിശ്ശേരി എന്റെ ഫേവറേറ്റ് ആട്ടോ. ഞാൻ അതുകൊണ്ട് ഒരു സസ്പെൻസ് ഇട്ടേക്കുമായിരുന്നു. പൈനാപ്പിൾ പുളിശ്ശേരിയാണ് അപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്? ആദ്യം നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ചെറിയ ഒരുപാട് വലുതുമല്ല ഒരുപാട് ചെറുതുമല്ല, ചെറിയ മീഡിയം ഇതില് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരി. പിന്നെ അത് തന്നെ കുറച്ച് ഞാൻ അരച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വേണ്ടത് പുളിപ്പുള്ള തൈരാണ്. കട്ടി തൈര് വേണം, അത് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഉപ്പ്, മഞ്ഞപ്പൊടിയും മുളക് പൊടിയും സ്വാമീസിന്റെ ആണ് കേട്ടോ. സ്വാമീസിന്റെ മഞ്ഞപ്പൊടി മുളക് പൊടിയാണ്. നമ്മുടെ ടൈറ്റിൽ സ്പോൺസേഴ്സ് ആണ് സ്വാമീസ്. മഞ്ഞപ്പൊടി മുളക് പൊടി സ്വാമീസിന്റെ ആണ്. പിന്നെ സാധാ പോലെ തന്നെ കടുക്, ചെറിയ ഉള്ളി, ജീരകം, ഉപ്പ്, പിന്നെ മുളക്, കറിവേപ്പില, പച്ചമുളക്, കറിവേപ്പില, വറ്റൽമുളക്. ഓക്കെ, അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. ഞാൻ അവിടെയാണ് എന്റെ ക്യൂരിയോസിറ്റി കിടക്കുന്നത്. ആ പൈനാപ്പിൾ എന്തിനാണ് അരച്ച് വെച്ചിരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ്. അതൊരു സ്പെഷ്യലാ അല്ലേ? ഞാൻ വീട്ടിൽ ചെന്നിട്ട് എന്തായാലും ട്രൈ ചെയ്യും. നമുക്ക് എന്തായാലും നോക്കാം, കുക്കിംഗിലേക്ക് കിടക്കാം. ഓക്കെ. ഹെൽപ്പിംഗ് ആണ്. അതെ, ഭയങ്കര ഹെൽപ്പിംഗ് ആണ്. ഗ്യാസ് ഒക്കെ ഓൺ ചെയ്യാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യും. വലിയ ഹെൽപ്പാണ്. കുക്കിങ്ങിനാണെങ്കിലും എന്തിനാണെങ്കിലും ഹെൽപ്പ് ചെയ്യും. അത് നോക്കി നിന്ന് ഹെൽപ്പ് ചെയ്യും. വെള്ളം ഒഴിക്കാം. ഓക്കെ. ഈ പൈനാപ്പിൾ ഇതിലോട്ട് ചേർക്കാം. ഫുള്ളും പൈനാപ്പിൾ നമ്മൾ ഇടാണ്. ഫുൾ ഇതിനൊരു പകുതി മതി. ശരി, ഓക്കെ. ഇതിന്റെ പകുതി മതി. പൈനാപ്പിൾ ഇട്ട് ഞങ്ങൾ സഹായിക്കും. 2 പച്ചമുളകാണോ ഇടുന്നത്? മഞ്ഞൾപ്പൊടി, ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്വാമീസിന്റെ മഞ്ഞപ്പൊടിയാണ് നമ്മളിന്ന് യൂസ് ചെയ്യുന്നത്. മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി. ഉപ്പ്. ഓക്കെ. അപ്പൊ നമ്മുടെ പൈനാപ്പിള് നമ്മൾ വേകാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണ്. 5-6 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. അപ്പൊ ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിനുള്ള അരപ്പുണ്ടാക്കാം. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ, കുറച്ച് മഞ്ഞൾപ്പൊടി, ഓക്കെ, ജീരകം, കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരയ്ക്കാം. വേണമെങ്കിൽ നമുക്കൊരു ഉള്ളി ഇടാം. വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ചെറിയ ഉള്ളി ആഡ് ചെയ്യാം. ഓക്കെ, അത് ഓപ്ഷണലാണ്. നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പ്രസ്റ്റീജിന്റെ മിക്സർ ഗ്രൈൻഡറിലാണ് അരച്ചത് അല്ലേ? 1000 വാട്ടിന്റെ മിക്സർ ഗ്രൈൻഡർ ആണ് പ്രസ്റ്റീജിന്റെ. 6 ജാർസ് വരുന്ന ഒരു മിക്സർ ഗ്രൈൻഡർ ആണ്. 5 അറ്റാച്ച്മെന്റ്സ് ആണുള്ളത്. വിച്ച് ഹെൽപ്സ് ഇൻ നീഡിങ്, സ്ലൈസിങ്, ചോപ്പിംഗ്, ഷ്രെഡിങ്, ജ്യൂസ് എക്സ്ട്രാക്ടിങ്. അതുപോലെ തന്നെ 1000 വാട്ടിന്റെ കോപ്പർ മോട്ടർ ആണ് ഇതിന്റെ കൂടെ ഉള്ളത്. അതൊരു എക്സ്ട്രാ പവറിനും പെർഫോമൻസിനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ദാറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ ഒരു സർട്ടൻ ഡ്യൂറബിലിറ്റി. ആൻഡ് അത് കൂടാതെ തന്നെ ഇതൊരു മിക്സോ കീപ് ജാറിന്റെ കൂടെയാണ് വരുന്നത്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗ്രൈൻഡ് ചെയ്തിട്ട് നമുക്ക് ആ ജാറിൽ തന്നെ വേണമെങ്കിൽ കീപ്പ് ചെയ്ത് വെക്കാം. അതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പൊ നമ്മൾ പ്രസ്റ്റീജിന്റെ മിക്സർ ഗ്രൈൻഡറിൽ നമ്മൾ സംഭവം അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന്റെ ഒരു ടൈം ആയിട്ടുണ്ട്. നമുക്കിതില് പൈനാപ്പിളിന്റെ അരപ്പ് ചേർക്കാം. ശരി, പൈനാപ്പിളിന്റെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് നമ്മൾ നേരെ
വെന്ത് വന്ന പൈനാപ്പിളിലേക്ക് ചേർക്കാം. നല്ലൊരു മണയില്ലേ പൈനാപ്പിളിന്റെയും. അപ്പൊ ഇതിലോട്ട് ആവശ്യത്തിന് ചേർത്താൽ മതി, ഒരുപാട് ചേർക്കണ്ട. ഓക്കെ, ഒന്ന് കുറുക്കി എടുക്കണം അല്ലേ, ഒരു കുറുക്ക് കൺസിസ്റ്റൻസിയിൽ. അപ്പൊ നമ്മൾ എപ്പോഴാണ് ഇനി മറ്റേ പാനി ശർക്കര പാനിയൊക്കെ ചേർക്കുന്നത്? കുറച്ചും കൂടെ കഴിഞ്ഞിട്ട്. ഓക്കെ, ഇത് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് പാനി ചേർക്കാം. ശരി, അപ്പൊ നമ്മൾ ഇനി തൈര് ആഡ് ചെയ്ത് കൂടെ കവിട്ട് പോകണം അല്ലേ? ഈ ഓഫ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചൂട് മാറിയിട്ട് വേണം നമുക്ക് ഈ ഒരു തൈര് ആഡ് ചെയ്യാനായിട്ട്. ഓക്കെ, നമുക്ക് ഓഫ് ചെയ്യാം. അപ്പൊ നമ്മൾ തീ ഓഫ് ചെയ്തിട്ടാണ് ഈ ഒരു തൈര് ആഡ് ചെയ്തത്. ജസ്റ്റ് ഒരു 1-2 സെക്കൻഡ് തൈര് ആഡ് ചെയ്തിട്ട് തീ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ലാസ്റ്റ് ഇതിലോട്ട് വന്നേക്കുവാണ്. ഇനി കടുക് വറുത്ത് ഒഴിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി കടുക് വറക്കുന്ന പ്രൊസീജിയറിലേക്ക് കിടക്കാം. അതിന് മെയിൻ ആയിട്ട് സൺഫ്ലവർ ഓയില്, അതിഥിയുടെ സൺഫ്ലവർ ഓയിലാണ്. അതിഥിയുടെ സൺഫ്ലവർ ഓയിലാണ്. അപ്പം പൊളിക്കും. അതിഥിയുടെ സൺഫ്ലവർ ഓയിൽ ആണെങ്കിൽ തകർക്കും. ചെണ്ണത്ത് കൂടുതൽ ഒഴിച്ചാൽ കേട്ടോ. ഓക്കെ, മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. എണ്ണ ചൂടായിട്ട് ലോയിൽ വെച്ചാൽ മതിയോ? ഇല്ലെങ്കിൽ എണ്ണ ചൂടാവില്ല, പെട്ടെന്ന് ചൂടാവട്ടെ. എന്നാ ആ സമയത്ത് നമുക്ക് ആളുടെ ഒരു പാട്ട് കേൾക്കാം. പ്ലീസ് ഒരു പാട്ട് പാടൂ. ഓരോരോ വാക്കിലും നീയാണിൻ സംഗീതം, ഓരോരോ നോക്കിലും നൂറല്ലോ വർണ്ണങ്ങൾ, ജീവന്റെ ജീവനായി നീ എന്നെ പുൽകുമ്പോൾ രാവെല്ലാം രാവാകും, പൂവെല്ലാം പൂവാകും, ഹൃദയമന്താരമല്ലേ നീ, ഹൃദയമന്താരമല്ലേ നീ, മണിമ കുഞ്ചലോടെ ഒരു നിമിഷം തൂവൽ തളികയിലോർമ്മയ്ക്കായി നീ പുൽകുമോ, പൂവേ ഒരു മഴമുത്തം നിൻ കവിളിൽ പതിഞ്ഞുവോ, തേനായി ഒരു കിളിനാദം നിൻ കാതിൽ കുതിർന്നുവോ. കേട്ട എണ്ണ വരെ തിളച്ചു പോയി. നന്നായിട്ട് പാടി കേട്ടോ, നന്നായിട്ട് വരയ്ക്കും. ഒരു മിനിറ്റ്, ആ മൈക്കൊന്ന് കൊടുത്തേ. നന്നായിട്ട് ഭർത്താവിനെ പുകഴ്ത്താൻ കിട്ടുന്ന ഓരോ അവസരവും വെറുതെ കളയില്ല. നന്നായിട്ട് പാടും, ചാടും, ഓടും, ഡാൻസ് കളിക്കും, അതെ വരയ്ക്കും, എല്ലാം ഉണ്ട്. നമുക്ക് എണ്ണ ചൂടാ, ഇട് പൊട്ടിക്ക്. ഓക്കെ, വറ്റൽ മുളക് നമ്മൾ ഇട്ട് കൊടുക്കാണ്. കറിവേപ്പില, ബെസ്റ്റ് പാർട്ട്. ഐ ലവ് കറിവേപ്പില. ഇനി നമ്മൾ കുറച്ച് മുളക് പൊടി, സ്വാമീസിന്റെ മുളക് പൊടിയാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്തിരി മഞ്ഞപ്പൊടിയും, സ്വാമീസിന്റെ തന്നെ മഞ്ഞപ്പൊടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ആ പൊടികളൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. കണ്ടാ, ഇങ്ങനൊരു സൗണ്ട് ഒക്കെ കേൾക്കും. പൈനാപ്പിൾ പുളിശ്ശേരി റെഡി. നാടൻ പുളിശ്ശേരി, നല്ല നാടൻ പൈനാപ്പിൾ പുളിശ്ശേരി. നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റിയാലോ? ഓക്കെ, ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാ. ഓക്കെ, ഒന്ന് വെള്ളം ഇറക്കണ്ട, ഞാൻ തരത്തില്ല. കഴിച്ചു നോക്കിയിട്ട് ചൂടല്ലേ, പോവരുത്, പേടിപ്പിക്കല്ലേ, ഒട്ടും പോവരുത്. പറയാൻ പറ്റില്ല. ഇല്ല, കറക്റ്റ് ചേട്ടന് കൂടണോ? കറക്റ്റാ. പ്രശ്നമുള്ളത് പറഞ്ഞോളൂ. ഇങ്ങനെ വെറൈറ്റി ആയിട്ട് പുളിശ്ശേരി ഉണ്ടാക്കുന്ന ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം ഞാൻ എന്തായാലും തീർച്ചയായിട്ടും വീട്ടിൽ പോയി ട്രൈ ചെയ്യും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും താങ്ക് യു സോ മച്ച്. മോന്റെ പേരെന്തായിരുന്നു? യാഷ് മോന് എൻ്റെ സ്പെഷ്യൽ ഓണം വിഷസ് അറിയിക്കുക. ഞാൻ ആരാന്നൊന്നും അറിയത്തില്ലായിരിക്കും, പക്ഷെ എന്നാലും ഞാൻ അറിയിച്ചു എന്ന് പറഞ്ഞേക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾക്ക് 2 പേർക്കും ഫാമിലിക്കും ഞങ്ങളുടെ വക ഹാപ്പി ഓണം. കുറച്ച് സമ്മാനങ്ങൾ കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ട്, നമുക്ക് സമ്മാനം കൂടെ വാങ്ങിയിട്ട് പോവാം. ഓക്കെ, ഇത് പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് നൽകുന്ന സമ്മാനം. ഇത് സ്വാമി സാമ്പാർ പൗഡർ നൽകുന്ന സമ്മാനം. ഇത് സൺ ടിപ്സ് ടീ നൽകുന്ന സമ്മാനം. ഇത് അതിഥി സൺഫ്ലവർ ഓയിൽ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്കും വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും യാഷ്മോനും പ്രത്യേകിച്ച് എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
പിട്ടാപ്പള്ളി ഏജൻസീസ് ആൻഡ് സ്വാമി സാമ്പാർ പൗഡർ നല്ലോണം ഉണ്ടോണം കോ പവേർഡ് ബൈ അതിഥി സൺഫ്ലവർ ഓയിൽ ആൻഡ് സൺ ടിപ്സ് ടീ സ്പെഷ്യൽ പാർട്ട്ണർ TTK പ്രസ്റ്റീജ് GRB ഗീ ആൻഡ് പ്രില്ലിൽ ഞാൻ നല്ല റിലാക്സ് ചെയ്തിരിക്കുകയാണ്. നിന്ന് കാല് കഴിച്ചു. അപ്പോഴാണ് എനിക്കിവിടെ ആറ്റിലെ ചേട്ടന്മാർ 5 കസേര കൊണ്ട് തന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ഈ ഓണം എന്ന് പറയുമ്പോഴേ മ്യൂസിക്കൽ ചെയറിനല്ലേ കസേര കളിക്ക് ഒരു പ്രത്യേക ഫാൻ ബേസ് ആണ് അല്ലേ? അതെ, ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു കസേര കളിയിലേക്ക് കടക്കുകയാണ്. ഒത്തിരി പേരെ നമുക്ക് ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ഒരു 6 പേര്, 5 കസേരയുണ്ട്. നമുക്കൊരു 6 പേരെ ഇൻവൈറ്റ് ചെയ്യാം. റെഡിയാണോ? ആർക്കൊക്കെയാണ് കസേര കളിക്ക് താല്പര്യമുള്ളത്? ഒരു 6 പേര്. കുറച്ച് പെണ്ടരികളെ കൂടെ നമുക്ക് ആവശ്യമുണ്ടെന്ന് അവിടെ നിന്ന് എത്തി. വേറൊരാളും കൂടെ വന്നു. ശരി, ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും ഗെയിമിലേക്ക് കിടക്കാം. ഗെയിമിന്റെ ബേസിക് റൂൾസ് എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ? തിരിഞ്ഞു വന്നിരിക്കരുത്, കസേര പിടിച്ചോണ്ട് ഓടരുത്, നടക്കാൻ പാടില്ല, ഓട തന്നെ വേണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും പാട്ടിടാൻ പോവാണ്. റെഡി, 1 2 3 ഗോ. സാരില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത റൗണ്ട് തുടങ്ങാൻ പോവാണ്. 4 കസേരയും 5 പേരും. നമുക്ക് നല്ലൊരു ആവേശത്തിലൊരു കൈഡി കൊടുത്താലോ? ആൻഡ് റെഡി, 1 2 3 ഗോ. നാല് പേരടങ്ങുന്ന അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അടുത്ത റൗണ്ടിന് വേണ്ടി നല്ലൊരു കൈഡി കൊടുത്തേ. റെഡി, 1 2 3 ഗോ. അയ്യോ, ഞാൻ സത്യമായിട്ട് ഒരു അപ്രിസിയേഷൻ തരാൻ പോവായിരുന്നു കേട്ടോ. ആത്മാർത്ഥമായിട്ട് ഈ കൂട്ടത്തിൽ ഓടുന്നത് പാവ എന്റെ ആനന്ദ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും മറ്റേ ഓടുക എന്നുള്ള വ്യാജേന വലിയ കാലൊക്കെ വെച്ചാണ് പോകുന്നത്. പക്ഷേ ഇല്ല കേട്ടോ, ആനന്ദ് ആത്മാർത്ഥമായിട്ട് കളിച്ചു. അതിന് ഔട്ടായാലും ഒരു കുഴപ്പമില്ല. ആ ആത്മാർത്ഥതയ്ക്ക് നല്ലൊരു കൈഡി കൊടുക്കാം കേട്ടോ. ഇനി 3 നാണ്ടരികൾ മാത്രമാണ് ഈ മത്സരത്തിൽ ബാക്കിയുള്ളത്. റെഡി, 1 2 3 ഗോ. ഓക്കെ, ഇനിയിപ്പോ 2 പേര് മാത്രമേ ഉള്ളൂ നമ്മുടെ മത്സരത്തില്. ശരി, അപ്പൊ നമ്മൾ എന്തായാലും അവസാനത്തെ റൗണ്ടിലേക്ക് കടക്കുകയാണ്. ഒരൊറ്റ കസേരയും 2 ജിമ്മന്മാരും തമ്മിലുള്ള മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പൊ നമ്മള് മ്യൂസിക്കിലേക്ക് കിടക്കുന്നു. റെഡി, 1 2 3 and start. ഓടിയിലേക്ക് നമ്മൾ പാട്ടിൽ നേരം പോട്ടോ. ഒന്നുകൂടെ പോവും. നമുക്ക് തർക്കങ്ങളില്ല, വഴക്കില്ല, നമുക്ക് സമാധാനം മാത്രം മതി ഇവിടെ. നമുക്ക് ഒരു റൗണ്ട് കൂടെ പോവാം. ടൈ ബ്രേക്കർ മത്സരത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. പാട്ടിരട്ടെ? റെഡി, 1 2 3 ഗോ. ഇനി ആർക്കും ഡൗട്ടില്ല അല്ലേ? ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു മത്സരത്തിൽ വിജയിച്ച് അരുണേട്ടൻ മുന്നേറുന്നു. നല്ലൊരു കൈഡി കൊടുക്കാം അരുണേട്ടന്. ഞാൻ അരവിന്ദിനോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നമുക്കൊരു മ്യൂസിക് വിത്ത് ബോഡി മസിൽസ് പ്ലീസ്. നമ്മൾ മ്യൂസിക് ഇടും പ്ലീസ് പ്ലീസ് പ്ലീസ്. വേണ്ട, ഞങ്ങൾ അത്രയൊന്നും ആവശ്യപ്പെടുന്നില്ല. പക്ഷേ ഞങ്ങൾ ബോഡി മസിൽസ് കാണിച്ചാൽ മതി, കയ്യോ കാലോ എന്താന്ന് വെച്ചാൽ. ഓക്കെ, റെഡി, ഗോ. എന്തായാലും താങ്ക് യു സോ മച്ച്. ഓക്കെ, അങ്ങനെ നമ്മുടെ കസേര കളിയുടെ വിന്നർ അരുൺ ചേട്ടൻ. അപ്പോൾ ഒരുപാട് മത്സരങ്ങളിൽ വിജയിച്ച് മുന്നേറിയിട്ടുള്ള അരുൺ ചേട്ടന് ഞാൻ നമ്മുടെ കസേര കളിയുടെ ഗിഫ്റ്റും കൂടെ അങ്ങോട്ട് കൊടുക്കുകയാണ്. പിട്ടാപ്പള്ളി ഏജൻസീസ് നൽകുന്ന സമ്മാനം, സ്വാമി സാമ്പാർ പൗഡർ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ, സൺ ടിപ്സ് ടീ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ,
അതിഥി സൺഫ്ലവർ ഓയിൽ നൽകുന്ന ഗിഫ്റ്റ് ആൻഡ് എന്തായാലും നന്നായിട്ട് തന്നെ മത്സരിച്ചു. താങ്ക് യു സോ മച്ച്. ഇനിയുള്ള മത്സരങ്ങളിലും നമുക്ക് വേണം കേട്ടോ. ഓക്കെ. പിട്ടപ്പള്ളിയിൽ ഏജൻസീസ് ആൻഡ് സ്വാമി സാമ്പാർ പൗഡർ നല്ലോണം ഉണ്ടോണം co-powered by അതിഥി സൺഫ്ലവർ ഓയിൽ ആൻഡ് സൺ ടിപ്സ് ടീ. സ്പെഷ്യൽ പാർട്ട്ണർ TTK പ്രസ്റ്റീജ്, GRB ഗീ ആൻഡ് പ്രില്ലിൽ. ഞാൻ വീണ്ടും കുറച്ച് ബോൾസും ആയിട്ട് വന്നിരിക്കുകയാണ്. എനിക്ക് വീണ്ടും 2 പേരെ ആവശ്യമുണ്ട്. ധൈര്യമുള്ള 2 പേർക്ക് വേദിയിലേക്ക് കടന്നു വരാം. വന്നിരിക്കുകയാണ്. ഓക്കെ, വാ, ഓടി വാ. ഗെയിം എന്താണെന്ന് അറിയണ്ടേ? അതിനു മുമ്പ് നമുക്ക് 2 പേരെ ഒന്ന് പരിചയപ്പെടാം. പേരെന്താ? ആമിന. അതുല്യ കൃഷ്ണ. അതുല്യയും ആമിനയും കൂടാണ് ഇന്നത്തെ ഗെയിം കളിക്കാൻ വേണ്ടി പോകുന്നത്. ഏതാ സ്ഥലം? ട്രിവാൻഡ്രം തന്നെയാണോ? ട്രിവാൻഡ്രം. 2 പേരും തിരുവനന്തപുരംകാരാണ്. അപ്പോൾ ഒരാള് അവിടുന്ന് ബോൾ എടുത്ത് ഇങ്ങോട്ട് എറിയുന്നു, മറ്റേ ആള് കാലി ബോളായിട്ട് ഇത് ക്യാച്ച് ചെയ്യും. അത്രേ ഉള്ളൂ. ഓക്കെ, മാക്സിമം ബോൾ ക്യാച്ച് ചെയ്യുന്ന ടീമാണ് ജയിക്കുന്നത്. അപ്പോൾ 90 seconds ആണ് ടൈം. and your time starts now. ഫ്രണ്ടിലേക്ക് വരരുത്, ബാക്കിലേക്ക് ഇറങ്ങി നിൽക്കണം. വണ്ടർഫുൾ, നൈസ്. നന്നായിട്ട് കളിക്കുന്നുണ്ട്. നല്ലൊരു കൈഡി കൊടുക്കാം. അമേസിംഗ് ക്യാച്ച്. ആമിന. അതുല്യ. നല്ലൊരു കൈഡി ആവാം. അവർ നല്ല അസലായിട്ട് മത്സരിക്കുന്നുണ്ട്. പെട്ടെന്നായിക്കോട്ടെ. ലാസ്റ്റ് ഒരൊറ്റ ബോളും കൂടെ. that's okay. Wonderful. നല്ലൊരു കൈഡി കൊടുക്കാം കേട്ടോ. നല്ല ഗംഭീരമായിട്ട് 2 പേരും മത്സരിച്ചു. നമുക്ക് എത്ര ബോൾസ് ഉണ്ടെന്ന് എണ്ണിയാലോ? ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22. അടിപൊളി. 22 ബോളുകളാണ് ഇവർ ആ ബോളിൽ ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇനി എന്തായാലും അടുത്ത വരുന്ന ടീമിന് തീർച്ചയായിട്ടും ഇതൊരു ചാലഞ്ച് തന്നെയാണ്. ഇവരൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത വരുന്ന ടീമിന് 22 ബോളുകളൊക്കെ കൂടുതൽ ഇടാൻ പറ്റുമോ, അതിൽ കുറവായിരിക്കും ഒന്നും നമുക്കറിയില്ല. നമുക്ക് നോക്കാം അല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. ഈ ഗെയിം ഈസി ആയിരിക്കും എന്ന് പറഞ്ഞ് മുന്നോട്ടേക്ക് വരാൻ ധൈര്യപ്പെടുന്നത് ആരാണ്? അഞ്ജലി ആൻഡ് ദിത്യയാണ് മുന്നോട്ടേക്ക് വരുന്നത്. ദിത്യ. ഓക്കെ, അപ്പോൾ എവിടെയാണ് സ്ഥലം? ദിത്യ പാലക്കാട്. അഞ്ജലി തിരുവനന്തപുരം. ഓക്കെ, അപ്പൊ തിരുവനന്തപുരം പാലക്കാടും തമ്മിലുള്ളതല്ല, അവർ ഒരുമിച്ചുള്ള ഒരു മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. റെഡിയാണോ 2 പേരും? ഓക്കെ, അപ്പൊ നമ്മുടെ എന്താ പ്രോപ്പർട്ടീസ് ഒക്കെ എന്തായാലും വന്നിട്ടുണ്ട്. ടൈമർ സ്റ്റാർട്ട് ചെയ്യട്ടെ. ആൻഡ് ദ ടൈം സ്റ്റാർട്ട്സ് നൗ. അടിപൊളി, ആവേശകരമായ പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വണ്ടർഫുൾ. ഇതുവരെ ഒരൊറ്റ ബോളാണ് മിസ് അയക്കുന്നത്. അടിപൊളി. അഞ്ജലി. അഞ്ജലി. നല്ലൊരു കൈയ്യടി കൊടുക്കട്ടെ. നിങ്ങളുടെ കൈയ്യടിയാണ് അവരുടെ ആവേശം. കുഴപ്പമില്ല. പതിയെ നോക്കി എറിഞ്ഞാൽ മതി. ബോൾ വരുന്ന സൈഡിലേക്ക് അഞ്ജലിയും ഒന്ന് ബോൾ അഡ്ജസ്റ്റ് ചെയ്യാ. സെറ്റ്. നല്ല ഗംഭീര പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ടീമിനേക്കാൾ ഒട്ടും പുറകോട്ടല്ല എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് 2 പേരും കലക്കാണ്. അഞ്ജലി. ദിത്യ. യെസ്. ഒരൊറ്റ ബോളും കൂടെ. എന്തായാലും കലക്കി. വന്ന 2 ടീമും നല്ല ഗംഭീരമായിട്ട് തന്നെ മത്സരിച്ചു. നമുക്ക് ബോൾസ് എണ്ണിയാലോ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23
ബോളുകളോട് കൂടി വിജയിച്ചിരിക്കുന്നത് ആരാ? ദിത്യ ആൻഡ് അഞ്ജലി. ഓക്കെ, അപ്പൊ നമ്മുടെ സമ്മാനങ്ങൾ എന്തായാലും എത്തിയിട്ടുണ്ട്. പിട്ടാപ്പള്ളി ഏജൻസീസ് നൽകുന്ന സമ്മാനം, സ്വാമി സാമ്പാർ പൗഡർ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ, സൺ ടിപ്സ് ടീ നൽകുന്ന സമ്മാനം, അതിഥി സൺഫ്ലവർ ഓയിൽ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ. എന്തായാലും താങ്ക് യു സോ മച്ച്. ഗംഭീര മത്സരമായിരുന്നു. രണ്ട് കൂട്ടർക്കും, രണ്ട് ടീമിനും നല്ല കൈയടി കൊടുക്കണം. ഒരൊറ്റ ബോളിന്റെ വ്യത്യാസത്തിലാണ് പോയിട്ടുള്ളത്. രണ്ട് ടീമിനും നല്ല കൈയടി കൊടുക്കാം. താങ്ക് യു സോ മച്ച്. ഒത്തിരി തമാശകളും ഒത്തിരി കുക്കിംഗും ഒക്കെ ആയിട്ട് നമുക്ക് തിരിച്ചു വരാം. ദിസ് ഇസ് പിട്ടാപ്പള്ളി ഏജൻസീസ് ആൻഡ് സ്വാമി സാമ്പാർ പൗഡർ. നല്ലോണം ഉണ്ടോണം, കോ പവർഡ് ബൈ അതിഥി സൺഫ്ലവർ.